നമ്മൾക്കൊക്കെ പ്രചോദനം ലഭിക്കാൻ ഇഷ്ടമാണ് അല്ലേ? നമ്മൾ പലപ്പോഴും പലർക്കും പ്രചോദനം കൊടുക്കാറുമുണ്ട്. പ്രചോദനം, പ്രേരണ, ഇൻസ്പിറേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. നമ്മൾക്ക് കൂടുതൽ സംസാരിക്കാം ഇൻസ്പിറേഷനെ കുറിച്ച്, പ്രചോദനത്തെക്കുറിച്ച്. അത് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ്, ഏതൊക്കെ ഘട്ടത്തിലാണ്, ഏതൊക്കെ പ്രായത്തിലാണ്, ഏതൊക്കെ തൊഴിൽ ജീവിത മേഖലകളിലാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത് എന്നൊക്കെ നമുക്കൊന്ന് എത്തി നോക്കാം. ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ എന്താണ് ഈ ഇൻസ്പിറേഷൻ? എന്താണ് പ്രചോദനം? നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണോ, അതോ പുറത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാണോ ഇൻസ്പിറേഷൻ? നമുക്കൊക്കെ ചെറുതിലേ അറിയാം, നമ്മളോട് എല്ലാവരോടും ചോദിക്കും, നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്, അല്ലെങ്കിൽ ഒരു ലീഡർ, അല്ലെങ്കിൽ ഒരു ബഹുമുഖ വ്യക്തി, ആരെയാണ് നിങ്ങൾക്കിഷ്ടം? എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? അങ്ങനെ ഒരു വ്യക്തിയെ ഇഷ്ടമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ വ്യക്തിയെ ഇഷ്ടം, അതിൽ നിന്ന് എന്ത് ഇൻസ്പിറേഷനാണ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നത് എന്നൊക്കെ അറിയാനാണ്. അപ്പോൾ ഇൻസ്പിറേഷൻ നമുക്ക് മറ്റിടത്തു നിന്ന് നമ്മളിലേക്ക് ലഭിക്കുന്ന ഒന്നാണ്. അത് എന്തിൽ നിന്നുമാകാം. അത് ചിലപ്പോൾ വ്യക്തിയായിരിക്കും, കലയായിരിക്കും, സാഹചര്യമായിരിക്കും, നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയായിരിക്കും. ഇൻസ്പിറേഷൻ്റെ പ്രാധാന്യം എന്താണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? എന്തിനാണ് നമുക്ക് ഈ പ്രചോദനം ആവശ്യമായിട്ടുള്ളത്? നമ്മൾ പ്രചോദനം ഉണ്ടെങ്കിൽ, നമ്മൾ ഇൻസ്പയർഡ് ആണെങ്കിൽ നമ്മൾ വളരെ പോസിറ്റീവായിരിക്കും, നമ്മൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ഔട്ട്പുട്ടിന് കുറേ കൂടി ക്വാളിറ്റി ഉണ്ടായിരിക്കും, പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു ഒഴുക്ക് ലഭിക്കും. മാത്രവുമല്ല, ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർ ജനറലി മോട്ടിവേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഔട്ട്പുട്ട്, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിലും, ഒരു പ്രോജക്റ്റ് ആണെങ്കിലും, ഒരു പെയിൻറ്റിംഗ് ആണെങ്കിലും, അതിൻ്റെ ഔട്ട്പുട്ട് വളരെ ക്വാളിറ്റി ഉള്ളതും വളരെ ഗംഭീരമായിട്ടുള്ളതുമായിട്ടുള്ള ഒന്നായിരിക്കും. സോ ഇൻസ്പിറേഷന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻസ്പയർഡ് ആകാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ആയിരിക്കണം. അതിനെക്കുറിച്ചും നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമുക്ക് ഇൻസ്പിറേഷൻ വേണ്ടിയത്. കുഞ്ഞായിരിക്കുമ്പോൾ മതിയോ, അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ജോലിയിൽ സക്സസ്ഫുൾ ആയിരിക്കുമ്പോൾ അവിടെ ഒതുക്കാവുന്നതാണോ ഇൻസ്പിറേഷൻ? തീർച്ചയായും അല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രായത്തിലും, എല്ലാ സാഹചര്യത്തിലും ഇൻസ്പിറേഷൻ, പ്രചോദനം എന്നത് നമ്മുടെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സഹായിക്കും. പ്രായമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ വേണം. വ്യത്യാസം വരുന്നത് ഒരു കാര്യത്തിൽ മാത്രം. 5 വയസ്സുള്ള ഒരാൾക്കും 50 വയസ്സുള്ള ഒരാൾക്കും ഒരു പേഴ്സണൽ ഇൻസ്പിറേഷനായി എത്തുന്ന കാര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ പ്രായത്തിലും പ്രചോദിതരായിരിക്കും, പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കൂ. കാരണം എന്താണ് നമ്മുടെ ജീവിതത്തിൽ അടുത്തതായി വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മളിൽ പലർക്കും ഒരു വലിയ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആണ് നല്ല പുസ്തകങ്ങൾ. നല്ല പുസ്തകങ്ങൾ നമ്മളെ വല്ലാതെ ഇൻസ്പയർ ചെയ്യും, അല്ലേ? പ്രത്യേക തരത്തിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും. ആ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതൊക്കെ മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു താല്പര്യമുണ്ടായി വരും. അങ്ങനെ നമ്മളിൽ ഓരോരുത്തരെയും എന്താണ് ഇൻസ്പയർ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാം വ്യത്യസ്തരാണ്. നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇത് ഒരു വളരെ സട്ടിലായിട്ടുള്ളൊരു കാര്യമാണ്. ഇതങ്ങനെ ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് മറ്റൊരാൾക്ക് ഇന്നതാകണം നിങ്ങളുടെ ഇൻസ്പിറേഷൻ എന്ന് അടിച്ചേൽപ്പിക്കാനും പറ്റില്ല. ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും നല്ല വായനാശീലമുള്ളവർക്കൊക്കെ അറിയാം, പുസ്തകം എല്ലാ കാലത്തിലും എല്ലായ്പ്പോഴും ഒരു വലിയ ഇൻസ്പിറേഷൻ തന്നെയാണ്. ട്രാഷ് ആൻഡ് എലിയറ്റ്, ഇവർ രണ്ടുപേരും ചേർന്ന് ഇൻസ്പിറേഷന് വേണ്ടി ഒരു അളവുകോൽ കണ്ടെത്തി. ഇൻസ്പിറേഷണൽ സ്കെയിൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഒരു വ്യക്തി അവരുടെ ഡെയിലി ലൈഫിൽ എത്രമാത്രം ഇൻസ്പയർഡ് ആകുന്നു എന്നതിൻ്റെ ഒരു അളവാണ് ഈ റിസർച്ചിലൂടെ അവർ ചെയ്തെടുത്തത്. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ ദിവസവും ചിലപ്പോൾ 1 തവണയോ 2 തവണയോ ചിലപ്പോൾ പലപ്പോഴായി നമ്മൾ ഇൻസ്പയർഡ് ആയേക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വരുമ്പോഴാണ് അത് സംഭവിക്കാറ്, അല്ലേ? അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തിൽ തന്നെ പല സമയങ്ങളിലായി നമ്മൾ ഇൻസ്പയർഡ് ആകുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇൻസ്പയർഡ് ആണെങ്കിൽ എത്ര നല്ലതാണ്. ഇൻസ്പിറേഷൻ, പ്രചോദനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായുണ്ടോ? ആദ്യമായി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്
നമ്മൾക്ക് ഇൻസ്പിറേഷൻ എന്നൊരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഓപ്പൺ ആയിരിക്കണം. നമ്മൾ ഒരുപാട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്യാരി ചെയ്ത് നടക്കുന്നൊരു ശീലമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻസ്പയർഡ് ആവാൻ പ്രയാസമായിരിക്കും. പറഞ്ഞു കേട്ടിട്ടില്ലേ, ദ ഗ്ലാസ് ഇസ് ഐദർ ഹാഫ് എം ടി ഓർ ദ ഗ്ലാസ് ഇസ് ഹാഫ് ഫുൾ. ഒരു പകുതി നിറഞ്ഞ ഗ്ലാസ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കത് പകുതിയേ ഉള്ളൂ എന്നോ അല്ലെങ്കിൽ പകുതി ഉണ്ട് എന്നോ പറയാം. നമ്മുടെ പെർസ്പെക്റ്റീവ് വളരെ പ്രധാനമാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങളിലും പോസിറ്റീവ് എനർജി കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്പയർഡ് ആകാനും എളുപ്പമായിരിക്കും. അങ്ങനെ ഒരു ഓപ്പൺനെസ് ടു ഇൻസ്പിറേഷൻ വളരെ പ്രധാനമാകുന്നു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഈ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വളരെ ക്രിയേറ്റീവ് ആകുന്നത്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ അളവിലെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടാകണം. പലപ്പോഴും നമ്മൾ ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വർക്ക് കണ്ടിട്ടായിരിക്കും നമുക്കും വ്യക്തിപരമായി ആ ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുകയും കൂടുതലും നല്ല ഔട്ട്പുട്ടുകളും ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രവൃത്തികളും അവരുടെ ക്രിയേഷനും ഒക്കെ കാണുകയാണെങ്കിലും സ്വാഭാവികമായും നമുക്കും ഒരു പ്രചോദനം ഉണ്ടാകും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ പേഴ്സ്പെക്റ്റീവിന് ഒരു വലിയ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. നമ്മൾ എല്ലാ കാര്യത്തെയും എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ സുപ്രധാനമാണ്. നമ്മൾക്ക് ഇൻസ്പയർഡ് ആകാൻ, നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നന്നായി ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാല് ചുറ്റുമുണ്ട്. പ്രകൃതി തന്നെ അതിനൊരു വലിയ ഉദാഹരണമാണ്. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇൻസ്പയർഡ് ആയിരുന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുറേ കൂടി നന്നായിരിക്കും. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് കോൺഷ്യസ് ആവുക. എന്താണ് നിങ്ങളുടെ ആ ഇൻസ്പിറേഷൻ ട്രിഗർ? എന്തിൽ നിന്നാണ് നിങ്ങൾക്ക് തീർച്ചയായും വളരെ സോളിഡായി ആ പ്രേരണ ലഭിക്കുന്നത് എന്ന് കണ്ടെത്തുക. ആ സാഹചര്യത്തെ അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. Let everybody be inspired. Let everybody be creative.